അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. ഇവിടെ നല്ല ഇപ്പം എല്ലായിടത്തും നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വീടിൻ്റെ താഴെയുള്ള കുറച്ച് മാറി വഴിയിൽ ഒരു തോടുണ്ട്. അപ്പോൾ ആ തോട്ടിലെ വെള്ളം മുഴുവൻ റോഡിലെല്ലാം കയറിയിട്ടുണ്ട്. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കാണാൻ പോകാം. അപ്പോൾ അവിടെ മീനൊന്നും ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ മീനൊന്നും പിടിക്കാൻ പോകല്ല, ജസ്റ്റ് വെള്ളം കയറി ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ചുമ്മാ വെള്ളം പൊങ്ങിയപ്പോൾ നോക്കാനായിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാനും സച്ചും കൂടെയാണ് വന്നത്. അപ്പോൾ കഴിവുകൊണ്ട് ആരും ഇങ്ങനെ വെള്ളമൊക്കെ പൊങ്ങുന്ന ടൈമിൽ വെളിയിലോട്ട് ഇറങ്ങാതിരിക്കുക. കാരണം മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ജസ്റ്റ് ഒന്ന് ജാഗ്രതയായിട്ടിരിക്കുക. അപ്പം ഇവിടെ അങ്ങനെ വലിയ വെള്ളപ്പൊക്കം വലിയ സീനൊന്നുമില്ല, അതുകൊണ്ട് ജസ്റ്റ് ചുമ്മാ ഇറങ്ങിയെന്നുള്ളൂ. അപ്പോൾ കൂടുതലും എല്ലാവരും അവരവരെ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടോ, ഒരുപാട് ഒഴുകി പോയിട്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്, നല്ല തെളിഞ്ഞിട്ടിരിക്കുന്നു. ഇത് കണ്ടോ, അവിടെ അത്യാവശ്യം വെള്ളം പൊങ്ങിയിട്ടുണ്ട്. തോട് മുഴുവൻ നിറഞ്ഞ അവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഈ സൈഡിലെ പാത്തി ഫുള്ള് നിറഞ്ഞുകൊണ്ടോ. ഇനി ഇത് മൊത്തം റോഡിൽ കയറിയിട്ട് തോടേതാന്ന് അറിയാത്ത അവസ്ഥയാണ് ഫുള്ളാവുന്നത്. ഇപ്പം അല്ല, ഇപ്പം കുറച്ചുകൂടെ വെള്ളം കുറഞ്ഞതാണ്. നേരത്തെ മുമ്പേ നല്ല മഴ പെയ്ത സമയത്ത് ഇവിടെ നിറച്ചും വെള്ളമായിരുന്നു. അവിടെ തോട് മൊത്തം നിറഞ്ഞ് തൂക്കിക്കിടക്കാം, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇവിടെ ഫുള്ള് വെള്ളം കയറിയിട്ട് ഇങ്ങനെ കിടക്കാം. അപ്പം വണ്ടിയൊക്കെ പോകുമ്പോഴത്തേക്കിന് കുറച്ച് ടാസ്ക്കാണ് വണ്ടി പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവിടെ സ്കൂട്ടർ ഇരിപ്പുണ്ട് പോകാൻ വേണ്ടിയിട്ട്. എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് നിൽക്കാൻ തോന്നുന്നു അവർ. വണ്ടി ഓഫായി പോയി വെള്ളം കയറിയിട്ട് കണ്ടോ. ഇതാണിപ്പോൾ അവസ്ഥ. ഇപ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോ എങ്ങനെ പോകും നമുക്ക് നോക്കാം. ഉണ്ട്, ഓട്ടോക്കാരെല്ലാം സൈഡ് ഒതുക്കിയാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ടാസ്ക്കാണ് വെള്ളം കാരണം പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് പോസ്റ്റാണ്. റോഡ് അതിൽ വട്ടവടപ്പടിക്ക് ഇവിടെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു. കുറേ നേരമായില്ലേ തുടങ്ങിയിട്ട്? വെള്ളം കുടിക്കൊണ്ടിരിക്കുകയാണ്. കിഴക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പം വെള്ളം കുടിക്കൊണ്ടിരിക്കുക. റോഡ് മുഴുവൻ വെള്ളം. അങ്ങോട്ട് മാറ്റി കൊണ്ടുപോകണം. വണ്ടിക്കൊക്കെ പോകാനായിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ട്. വണ്ടി പോകാൻ ബുദ്ധിമുട്ടാണ്. വണ്ടിയുടെ ഇതിനകത്ത് വെള്ളം കയറും. ഇപ്പോൾ ഒരു ഓട്ടോ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓട്ടോ നിന്ന് പോയിട്ടുണ്ട്. ടൂ വീലർക്ക് പോകാൻ മേലെ അതുപോലെ വെള്ളം ഒഴുക്കും ശക്തിയും കൂടിക്കൊണ്ടിരിക്കുന്നു. മാറ്റിയിടുക ഒഴുക്ക്. പാവുണ്ടല്ലേ അവിടെ കിടന്ന തുണിയെല്ലാം കൂടെ ആ പട്ടി എടുത്ത് മാറ്റിക്കൊണ്ട് ഇടുക. കണ്ടോ, വഴിയാത്രക്കാർക്ക് സൗകര്യം. അവിടെ കിടന്ന് മൊത്തം തുണിയെല്ലാം എടുത്തിട്ട് തന്നെ ആ സൈഡിൽ കൊണ്ട് പട്ടി ഇട്ട് കൊടുക്കുക. തടസ്സമായിട്ട് ഇരിക്കുന്നതെല്ലാം വലിച്ചെടുക്കുന്നു. ഇങ്ങനെ കാണിക്കാറുണ്ട്. തുണിയില്ല. ഇത് കുറച്ചു മുന്നേ ആ ചേട്ടൻ വെച്ച കല്ലേ. അപ്പം ഇവിടെ അല്ല മുമ്പേ വെച്ചത്. അതിനനുസരിച്ച് വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. ഈ വഴി വരുന്നവരെല്ലാം ശ്രദ്ധിക്കണം അല്ലേ? ഇപ്പൊ റോഡ് ഏതാ വഴി വെള്ളം ഏതാന്ന് അറിയത്തില്ലാത്ത അവസ്ഥ അല്ലേ? അതിന്റെ ഇടയിലൊക്കെ പാത്തിയുണ്ട്, അവിടെ നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയത്തില്ല. സൈഡിൽ കൂടെ പോകുന്നവരൊക്കെ ചിലപ്പോ ഞാൻ നിൽക്കുന്നതിന്റെ സൈഡിൽ ഫുള്ള് കണ്ടോ, കുറവ് മൊത്തം വെള്ളം കയറി കിടക്കുക. വെള്ളം കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓരോ പ്രാവശ്യവും വെള്ളം കൂടിക്കൂടി വരുന്നുണ്ട് കണ്ടോ. അപ്പച്ചനൊക്കെ നടന്നു വരുന്നുണ്ടോ. ഇവിടെ എല്ലാം വെള്ളം നിറഞ്ഞു. ഇതുണ്ടോ കാണിച്ചു തരാവേ. കണ്ടോ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ഇത് ഭയങ്കര അത്യാവശ്യം നല്ല രീതിക്ക് താഴ്ചയുള്ളൊരു തോടാട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം മാത്രം സാധാരണ. ഇതിപ്പോൾ ഒത്തിരി വെള്ളം നിറഞ്ഞതുണ്ട്. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ആ പറമ്പിലോട്ടും അവിടെ വീടൊക്കെ ഉണ്ട്. ആ വീടോട്ടും ആ പറമ്പിലോട്ടൊക്കെ ഫുള്ള് വെള്ളം കയറും. അപ്പം ഇതാണ് തോടിൻ്റെ ഫുൾ വ്യൂ വരുന്നത്. അപ്പോൾ ഫുള്ള് വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടോ. പക്ഷേ വെള്ളം നന്നായിട്ട് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇങ്ങനെ വെള്ളം പൊങ്ങുന്ന സമയത്തൊന്നും ആരും വെളിയിലോട്ടൊക്കെ ഇറങ്ങാതിരിക്കുക. കൂടുതലും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിൽ. ഇപ്പോൾ ഇവിടെ വലിയ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. സോ എല്ലാവരും സേഫായിട്ടിരിക്കുക.